ഇപ്പം നമ്മളിപ്പോൾ ഒരു വഴിക്ക് പോകുന്നു, പോകാൻ പാടില്ല, അല്ലെങ്കിൽ മുമ്പ് ഒരു അപകടം വരാൻ പോകുന്നു, നമ്മുടെ കാലിൻ്റെ പെരുവിരൽ എവിടെയെങ്കിലും പോയിട്ട് അടിക്കും, ഉറപ്പായിട്ട് അടിക്കും. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ആ വഴിക്ക് പോകാതിരിക്കുക, പിന്നെ പോയാൽ വരുന്നത് അവനവനെ അനുഭവിക്കുക. ദുർനിമിത്തങ്ങൾ പലതും കാണിക്കും. അത് ദത്താത്രേയ സ്വാമിയെ ഉപാസിക്കുന്നവർക്ക് അത് അപകടത്തിന്റെ സൂചനയാണ് മനസ്സിലാകും, ബാക്കിയുള്ളവരെ അപേക്ഷിച്ച്. അങ്ങനെയാണ്. പിന്നെ ദത്താത്രേയ സമ്പ്രദായത്തിന്റെ ഒരു പ്രത്യേകത സത്യവും ധർമ്മവും നീതിയും. ഈ ഒരു വിഷയത്തിന് ഉതകുന്ന ഏത് വിഷയത്തിനാണ്, ഏത് കാര്യത്തിനാണെങ്കിലും ഒരു ഹോമമോ പൂജയോ ഒന്നിന്റെ ആവശ്യമില്ല. സങ്കല്പം ചെയ്ത് ഒരു ഭസ്മം കൊടുത്താലോ, അല്ലെങ്കിൽ ഇച്ചിരി പച്ചവെള്ളം കൊടുത്താലോ, അല്ലെങ്കിൽ ഇന്ന സമയത്ത് നിനക്ക് ഇന്ന കാര്യം നടക്കുമെന്ന് പറഞ്ഞാലോ അത് സംഭവിക്കും. അതുപോലെ ദത്താത്രേയ സ്വാമിയെ ഉപാസിച്ചത് കൊണ്ട് താങ്കൾക്ക് വന്ന ഒരു മാറ്റം അതെങ്ങനെയായിരുന്നു? ഏതവസ്ഥയിലും മനസ്സ് സ്ഥൈര്യമായിട്ട് നിലനിൽക്കും. അതിപ്പം ഒരു പെട്ടെന്നൊരു മരണം വന്നാലും ഏത് സാഹചര്യങ്ങൾ വരും, പക്ഷെ വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ചിരിച്ചുകൊണ്ട് നേരിടാൻ പറ്റും. അതായത് വരുന്ന സാഹചര്യങ്ങളെ തടുക്കാൻ പറ്റില്ല, അതായത് ബാഡായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ നമുക്ക് തടുക്കാൻ പറ്റില്ല. ആ കാര്യങ്ങള് ബാഡായിട്ടുണ്ടാകുന്നു. ഇപ്പൊ എന്റെ കൈ മുറിയുന്ന സമയത്ത് ഞാൻ ആ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിലല്ലേ അത് എന്നെ ബാധിക്കുന്നു. അത് ആ വേദന ഞാൻ അറിയില്ല. എന്താണോ നമുക്ക് വരുന്നത്, ഇപ്പം ഒരു എന്ത് തരത്തിലുള്ള പ്രോബ്ലം ആണെങ്കിൽ ആ പ്രോബ്ലം നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല. ഒരു നോർമൽ ലൈഫിൽ നിന്ന് എങ്ങനെയാ അത് സ്വാമി ഉപാസിച്ചത് കൊണ്ട് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? സ്വാമി ഉപാസിച്ചത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ശുദ്ധിയോടോ അശുദ്ധിയോടോ എനിക്കൊരു പ്രത്യേകിച്ച് വലിയ മമതയൊന്നുമില്ല. ഒരു ജാതി, ഒരു മതം, അങ്ങനെ ഇന്ന മതമേ, ഇന്ന ജാതി, ഇന്ന വർണ്ണം, അങ്ങനെയുള്ള ഭേദബുദ്ധിയുമില്ല. ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയക്കാരുമായിട്ടും എനിക്ക് എല്ലാവരോടും സമഭാവന മാത്രമേ ഉള്ളൂ. ശത്രുവും മിത്രവും എന്നുള്ളൊരു ഭേദബുദ്ധി ഉണ്ടാവില്ല. മറ്റ് സമ്പ്രദായങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ സമ്പ്രദായം വേറിട്ട് നിൽക്കുന്നത് കരുതുന്നത്? ദത്താത്രേയ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അഹോവൃത്തി തന്നെയാണ്. അതില് ഇന്ന രീതിയെ പാടുള്ളൂ, ഇന്നത് പാടില്ല എന്നൊരു വിധാനമില്ല. മനസ്സിലായി. ശുദ്ധി പാടില്ല. നമുക്ക് ജാതി, മതം, വർണ്ണം, ശുദ്ധി, അശുദ്ധി, ചുരുങ്ങിയ പക്ഷം ഇത്രയെങ്കിലും ത്യജിക്കാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ ദത്താത്രേയ പരമ്പരയിലേക്ക് കയറാൻ പറ്റൂ. അപ്പം ഈ ഒരു സമ്പ്രദായത്തിലേക്ക് വന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു സമ്പ്രദായം നമ്മൾ സ്വീകരിക്കണമെങ്കിൽ അതിലൊരു യാത്ര കാണുമല്ലോ. തീർച്ചയായും ഞാൻ സ്പിരിച്വലി എനിക്കൊരു ഇത് വേണം. കാരണം ഞാൻ ഒരു ഗണക ഫാമിലിയിൽ ആണ് ജനിച്ചത്. അപ്പം കുടുംബപരമായിട്ട് ജ്യോതിഷവും മാന്ത്രികവും വൈദ്യവും പാരമ്പര്യമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടായിരുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ എനിക്ക് കൂടുതലും മിസ്റ്റിക്കൽ സയൻസ്, സ്പിരിച്വൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കൂടുതൽ താല്പര്യം. വൈദ്യത്തിനെ കഴിഞ്ഞും കൂടുതൽ ഇഷ്ടം ജ്യോതിഷവും മാന്ത്രികവും അങ്ങനെയുള്ള വിഷയങ്ങളാണ്. അപ്പം ഞാനിത് പഠിക്കാൻ വേണ്ടിയിട്ട് കുടുംബപരമായിട്ടുണ്ടെങ്കിൽ പോലും കുറച്ചും കൂടെ ഡെപ്തിലേക്ക് പഠിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ഗുരുവിനെ തേടി പോയി. അപ്പം ഗുരുവിനെ തേടി പോയപ്പം ഗുരുനാഥൻ പറഞ്ഞു, ദത്താത്രേയ സ്വാമിയെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്നിട്ട് സ്വാമിയുടെ മൂലമന്ത്രം പറഞ്ഞു തന്ന മന്ത്രം തെറ്റായിരുന്നു. തെറ്റായ മന്ത്രം കിട്ടി. എനിക്ക് കിട്ടിയ ഗുരു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര എന്താ പറയുക, അദ്ദേഹത്തെക്കാൾ വേറൊരു ശക്തിയില്ലെന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. കാരണം ഗുരുഗീതയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രത്യക്ഷത്തിൽ ചെയ്തിരുന്ന ഒരു വ്യക്തി. പിന്നീട് അന്നേരം ചെയ്യുന്ന സമയത്ത് യഥാർത്ഥ ഗുരുവാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു തരേണ്ടത് ഗുരുഗീത പ്രത്യക്ഷമല്ല, അത് തത്വമാണ്, അതിന്റെ തലം വേറെയാണ് എന്ന് എനിക്ക് പറഞ്ഞു തരണമായിരുന്നു. പുള്ളി അത് പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തതല്ല, അദ്ദേഹത്തിന്റെ രീതിയായിരിക്കാം. പിന്നെ മന്ത്രം തെറ്റായിട്ട് പറഞ്ഞു തന്നിട്ട് ഞാൻ കണ്ടിന്യൂ ആയിട്ട് ചാൻഡ് ചെയ്ത് അവസാനം അതിന്റെ യഥാർത്ഥ ബീജാക്ഷരമായിട്ട് മാറിയത്. പുള്ളി എനിക്ക് തന്നത് ദം ബീജാണ്. ശരിക്കും ദത്താത്രേയന്റെ ബീജം ദ്രാം ബീജാണ്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ശരിക്കുമുള്ള ഇതിലേക്ക് വന്നത്? തനിയെ എത്തിപ്പെട്ടതാണ്. ജപിച്ച് തന്നെ അത് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആയതാണ്. അതായത് മരാമരാമര എന്ന് പറഞ്ഞിട്ട് അവസാനം രാമരാമരാമ ആയ പോലെ ആയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ദത്താത്രേയ സമ്പ്രദായത്തിന്റെ ഒരു പ്രത്യേകത സത്യവും ധർമ്മവും നീതിയും. ഈ ഒരു വിഷയത്തിന് ഉതകുന്ന ഏത് വിഷയത്തിനാണ്, ഏത് കാര്യത്തിനാണെങ്കിലും ഒരു ഹോമമോ പൂജയോ ഒന്നിന്റെ ആവശ്യമില്ല. സങ്കല്പം ചെയ്ത് ഒരു ഭസ്മം കൊടുത്താലോ, അല്ലെങ്കിൽ ഇച്ചിരി പച്ചവെള്ളം കൊടുത്താലോ, അല്ലെങ്കിൽ ഇന്ന സമയത്ത് നിനക്ക് ഇന്ന കാര്യം നടക്കുമെന്ന് പറഞ്ഞാലോ അത് സംഭവിക്കും. ദത്താത്രേയ സ്വാമിക്ക് മാത്രമുള്ള ഒരു പേരാണ് സ്മർത്തൃഗാമി. അതായത് സ്മരണ കൊണ്ട് മാത്രം സന്തോഷിക്കുന്നവനെന്നർത്ഥം. മനസ്സിലായി. ഇപ്പം നമ്മളൊരു ജ്യോതിഷനാണെങ്കിലും മാന്ത്രിക സമ്പ്രദായം നോക്കുന്ന ആളാണെങ്കിലും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും, നമുക്കൊരു ഗുരു വേണമല്ല. ഗുരു എന്ന് പറഞ്ഞ ഗുരുവാണ് നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. ഇപ്പം ഈ പറഞ്ഞ പോലെ വരാഹി സാധകരാകണമെങ്കിലും അതിൻ്റെ കൃത്യമായിട്ടുള്ള അറിവുകൾ
പകർന്നു വന്നാലേ അത് ചെയ്യാൻ പറ്റത്തുള്ളല്ലോ. അതെ. അപ്പൊ അത് എങ്ങനെയാണ് ഈ പറഞ്ഞുള്ള എല്ലാ ക്രിയകളുടെ കാര്യവും പഠിച്ചത്, അതെങ്ങനെയാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്? ഗുരു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അന്ധകാരത്തെ രോധിക്കുന്നവൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. നമുക്ക് ഒരു ദത്താത്രേയ സാധനയിൽ കൂടുതലും മെഡിറ്റേഷൻസിന് കൂടുതൽ നല്ല പ്രാധാന്യമുണ്ട്. ആ മെഡിറ്റേഷൻ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് പുസ്തകങ്ങൾ വായിക്കാതെ പല അറിവുകളും അവനവൻ്റെ ഉള്ളിൽ തന്നെ തോന്നുന്ന ഒരവസ്ഥ വരും. ആ അവസ്ഥ നമുക്ക് പിന്നീട് പുതിയൊരു ഗുരുവിനെ കണ്ടെത്താനും ഗുരു തെറ്റാണെന്ന് കാണുമ്പോൾ ഇയാൾ എൻ്റെ ഗുരുവല്ല, ഇയാൾ എന്നെ ചതിക്കുകയാണ് എന്ന ഒരു തോന്നൽ അവനവൻ്റെ ഉള്ളിൽ തന്നെ തോന്നും. ഓ, ഈ പറഞ്ഞ പോലെ ആദ്യം മന്ത്രം തന്നത് തെറ്റാണെന്ന് തനിയെ തോന്നിപ്പിക്കുകയായിരുന്നു. അപ്പൊ അതായത് ശരിക്കും ഒരു ഗുരുവിന്റെ അവിടെ ആവശ്യം. എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ ആ ഗുരുഗീത എന്ന് പറയുന്ന ഇത് കാണുന്ന പ്രേക്ഷകർ ആരെങ്കിലും ഈ ഗുരുഗീത വായിക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും പ്രത്യക്ഷത്തിലുള്ള അർത്ഥമല്ല. ഞാൻ ദത്താത്രേയ മന്ത്രം ഓം ദം ദത്താത്രേയായ നമഃ ആയിരുന്നു ആദ്യത്തെ മൂലമന്ത്രം ജപിച്ചുകൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മന്ത്രം ജപിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഗുരുനാഥൻ ആദ്യം വന്നിട്ട് എൻ്റെ മുഖം അടച്ച ഒരൊറ്റ അടി അടിച്ചു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്താണ്. ജപം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗുരുനാഥൻ്റെ അടുത്ത് പോയി ചോദിച്ചു, അങ്ങ് എന്തിനാ എന്നെ അടിച്ചതെന്ന് ചോദിച്ചു. ഗുരുനാഥ എന്നാണ് അന്നേരം വിളിച്ചത്. അപ്പം പുള്ളി പറഞ്ഞു, ദത്താത്രേയ സ്വാമി പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ അടിച്ചത് എന്ന് പറഞ്ഞൊരു 3-4 അടിയും കൂടെ അപ്പുറം ഇപ്പുറം മാറി അടിക്കുക ചെയ്തു. അതും ചിരിച്ചുകൊണ്ടാണ് അടിക്കുന്നത്. അന്നേരം ഞാൻ എതിർക്കാനോ ഞാൻ പുള്ളിയോട് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പിന്നീട് ഇതേ ജപം ഞാൻ കണ്ടിന്യൂ ചെയ്ത് ചാൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ദം എന്നുള്ള ബീജാക്ഷരം മാറി ദ്രാം എന്നായി. ആ സമയത്ത് എനിക്ക് പോകുന്ന സമയത്തൊക്കെ പട്ടികളുണ്ടെങ്കിൽ എപ്പോഴും എന്നെ വന്ന് കടിക്കാനോ ഉരയ്ക്കാനോ ഒന്നും നിൽക്കാറില്ല. ദത്താത്രേയ മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് മന്ത്രസിദ്ധി ഉണ്ടെന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് പട്ടി നമ്മുടെ അടുത്ത് വരും, ഭിക്ഷക്കാരടുത്ത് വരും. ഇവരൊന്നും നമ്മളെ അറ്റാക്ക് ചെയ്യുകയോ നമ്മളോട് വേറൊരു രീതിയിൽ പെരുമാറുകയോ ചെയ്യില്ല. അപ്പൊ ഈ ഒരു മാറ്റം സംഭവിച്ചത് തോന്നി തുടങ്ങിയത് എപ്പോഴാണ്? മാറ്റം സംഭവിച്ചെന്ന് തോന്നി തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഞാൻ ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ് ആകാൻ തുടങ്ങി. ചില ആൾക്കാരോട് പറയുന്ന കാര്യങ്ങൾ സത്യമാകാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു സാധനമാണ് പാമ്പ്. അത് എൻ്റെ കാലിൻ്റെ അടുത്തേക്കൂടെ പോയ സമയത്തും നല്ല വിഷമുള്ള സാധനമായിരുന്നു. അത് പോയ സമയത്തും ഞാൻ അതിനെ ഒരു ഭയം എനിക്ക് തോന്നിയിട്ടില്ല. കുറേ സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ, ഞാൻ ഫോൺ ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഫോൺ ചെയ്യില്ല, പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചിട്ടാണ് നടന്നുകൊണ്ട് ഫോൺ ചെയ്യും. അപ്പം ഗ്രാൻഡ് മദർ പറഞ്ഞു, എടാ പാമ്പ് എന്ന് പറഞ്ഞപ്പോഴാണ്, അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അയ്യോ പാമ്പെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നു. അതുവരെ എനിക്ക് ആ പാമ്പിനെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ചില ഭ്രാന്തായിട്ടുള്ള ചില ആൾക്കാർ, അവർ നമ്മളെ കണ്ടാലും ഭ്രാന്തായിരിക്കാം, പക്ഷെ അവർ ഭ്രാന്തരല്ല. കാരണം ചില സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് കുറെ ആൾക്കാർ ഗ്രൂപ്പായി നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് പൈസ ചോദിച്ചു. അത് ബസ്സിൽ വെച്ചിട്ടാണ്. അപ്പം ബസ് പുറപ്പെടുന്നതിന് മുമ്പ് ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, അന്നേരം എന്നോട് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ കാശ് വേണമെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് പൈസ എടുത്ത് കൊടുത്തു. സാധാരണ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് നന്ദിയാണ് കാണിക്കേണ്ടത്. ഇതെന്നെ കുറെ ചീത്തയും, കാരണം അയാൾ അടുത്തിരുന്ന് വേറൊരാൾ അടുത്തിരുത്തില്ല, വായിൽ നിന്നെല്ലാം ചലവലിക്കുകയും ദുർഗന്ധം വമിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വേഷത്തിലാണ് വന്നത്. ഇത് കൊടുത്ത സമയത്ത് പുള്ളി എന്നെ നോക്കി ഒരു രൂക്ഷമായ രീതിയിൽ നോക്കി, എന്നെ അടിക്കാൻ വരുന്ന പോലെയൊക്കെ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. പക്ഷെ അതിനുശേഷം എനിക്ക് ഒരുപാട് ജീവിതത്തിൽ മാറ്റങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ട് എന്നോട് മാത്രം ചോദിച്ചു? അവിടെ വേറെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ആരോടും ചോദിച്ചില്ല. അല്ല, ഇപ്പം ഈ പൊതുവെ നമ്മൾ പറയാറുള്ളത്, നമുക്ക് ഈ താന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളായാലും ഈ പറഞ്ഞ പോലെ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമുക്കൊരു അറിവ് പകർന്നു തരേണ്ടത് ശരിക്കും ഗുരുനാഥന്മാരല്ലേ. കാരണം നമുക്ക് അറിയാത്ത ഒന്ന്, അല്ലെങ്കിൽ താളിയോലകളിൽ മാത്രം എഴുതപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ന് ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടാത്ത, ചിലപ്പോൾ തെറ്റായി പോകുന്ന കാര്യങ്ങൾ നമുക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് മാത്രമല്ലേ നമുക്ക് ആ അറിവുകൾ കിട്ടത്തുള്ളൂ. അപ്പൊ ആ അറിവുകൾ നമുക്ക് ഇനി ഒരു അടുത്ത തലമുറയുടെ കാര്യം പറഞ്ഞാൽ ചിലപ്പം അവരിലേക്ക് പകർന്നു കൊടുക്കാൻ പോലും ആളുകൾ ഇല്ലാത്തൊരു കാലം വരത്തില്ല. അപ്പം ഏതൊരു സാധനയാണെങ്കിലും അത് നിന്നു പോകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ ശ്രമവും ആ സാധന പൂർത്തീകരിക്കണം എന്നുള്ള നമുക്കൊരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു നമ്മളെ തേടി വരും. അത് ഫിസിക്കൽ മനുഷ്യരൂപത്തിലാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയുടെ രൂപത്തിലാവാം. കാരണം ദത്താത്രേയ സമ്പ്രദായത്തിൽ പ്രത്യക്ഷ ഗുരുവില്ല. അപ്പൊ ഈ പ്രത്യക്ഷ ഗുരു ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ഒരു അറിവ് നമ്മളിലേക്ക് തന്നെയാണ് ഗുരു എന്നുള്ള കൺസെപ്റ്റാണ്. പ്രകൃതിയിൽ നിന്നാണ് സർവവും പഠിക്കേണ്ടത് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. മനസ്സിലായി.
അപ്പം ഞാൻ തനിയെ തന്നെ ഉള്ളില് തോന്നലുണ്ടാകും. തനിയെ തന്നെ ഉള്ളിൽ തോന്നലുണ്ടാവും. കൃത്യമായിട്ടുള്ള സാധനമാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു വഴിക്ക് പോകുന്നു, പോകാൻ പാടില്ല, അല്ലെങ്കിൽ മുമ്പ് ഒരു അപകടം വരാൻ പോകുന്നു, നമ്മുടെ കാലിന്റെ പെരുവിരൽ എവിടെയെങ്കിലും പോയിട്ട് അടിക്കുക, ഉറപ്പായിട്ട് അടിക്കുക. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ആ വഴിക്ക് പോകാതിരിക്കുക, പിന്നെ പോയാൽ വരുന്നത് അവനവനെ അനുഭവിക്കുക. അതായത് ഇങ്ങനെ പെരുവിരൽ ഇടിക്കും, അത് ഒരു അപകടത്തിന് മുന്നേ ഉള്ള സൂചനയാണ് എന്നുള്ളതൊക്കെ നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് മനസ്സിലാവും. ഒന്നുകിൽ പെരുവിരൽ അടിക്കുക, 2-3 സിംറ്റംസ് ഉണ്ടാവും. നീ പോകരുതെന്ന് മനുഷ്യരൂപത്തിൽ പറഞ്ഞിട്ട് നമ്മളെ തടയുക, അല്ലെങ്കിൽ പൂച്ച കുറെ ദുർനിമിത്തങ്ങൾ പലതും കാണിക്കും. പൂച്ച വട്ടം ചാടുക എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിപ്പോ പ്രകൃതി അതിനുള്ളൊരു ഒരു സിംറ്റം നമുക്ക് കാണിച്ചു തരുമെന്നാണ് അത് ദത്താത്രേയ സ്വാമി ഉപാസിക്കുന്നവർക്ക് അത് അപകടത്തിന്റെ സൂചനയാണ് മനസ്സിലാകും, ബാക്കിയുള്ളവരെ അപേക്ഷിച്ച്. അങ്ങനെയാണ്. ചിലപ്പോ ഭ്രാന്തന്മാർ വരുന്നത് നമുക്ക് അനുഗ്രഹമായിട്ടും, ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താനായിട്ടും ഇവരൊക്കെ വരാം. ഭ്രാന്തന്മാരല്ല, ശരിക്കും സിദ്ധ സമ്പ്രദായത്തിൽ വരുന്ന ആൾക്കാർ തന്നെയാണ്, അവധൂതന്മാർ തന്നെയാണ്. പക്ഷെ തിരിച്ചറിയാൻ നമുക്ക് ആ സമയത്ത് പറ്റില്ല. ഇവര് ഇപ്പൊ എന്റെ അടുത്ത് വന്ന് കാശി വെച്ചെന്ന് പറഞ്ഞു, അവർ അവധൂതനാണോ ഏതാ സമ്പ്രദായം എനിക്ക് നേരം തിരിച്ചറിയാനുള്ളൊരു പക്വത ഇല്ലായിരുന്നു. ആ ഒരു മാറ്റം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്. അതെ, ഈ അനുഭവങ്ങൾ തന്നെയാണ് നമുക്ക് ഈ അനുഭവങ്ങൾ. അപ്പൊ നമുക്കിപ്പോ പറഞ്ഞ പോലെ 6 മാസം കൊണ്ട് എനിക്കിത് മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടാവണം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എത്ര കാലം നീണ്ടു നിന്ന ഒരു പൂർവ്വജന്മത്തിലെ നമ്മുടെ ഉപാസന എത്രത്തോളം സ്ട്രോങ് ആണോ, എത്രത്തോളം തീവ്രമായിരുന്നു, അത്രത്തോളം തീവ്രമായിട്ട് ഈ ജന്മത്തിൽ നമുക്ക് ഉപാസിക്കാൻ പറ്റും. പൂർവ്വജന്മത്തിൽ ദത്താത്രേയനെ ഉപാസിക്കാത്ത ഒരാൾക്കും, അതായത് മനസ്സിൽ ജാതി, മതം, സ്ത്രീ പുരുഷ വിവേചനം, അതുപോലെ തന്നെ ഈ ശുദ്ധി അശുദ്ധി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉള്ള ആൾക്കാർക്ക് ഒരിക്കലും ദത്താത്രേയ പരമ്പരയിൽ കയറാനും പറ്റില്ല. കയറി കഴിഞ്ഞാൽ അവർക്ക് ആ പരമ്പര പൂർത്തിയാക്കാനും പറ്റില്ല. നമ്മുടെ ഉള്ളിൽ പാപമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി. ദത്താത്രേയൻ എന്നുള്ള പേര് പാപമുള്ളവർക്ക് ഉച്ചരിക്കാൻ പറ്റില്ല. കാരണം അവർ ഉച്ചരിക്കുമ്പോൾ എപ്പോഴും ദത്താത്രേയൻ ഇങ്ങനെയൊക്കെ അവർക്ക് പറയാൻ പറ്റില്ല. അവർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് ഒരിക്കലും ദത്താത്രേയൻ എന്ന ശബ്ദം ഉച്ചരിക്കാൻ കഴിയില്ല.